നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. ലോകത്ത് നിന്ന് ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത സമാധാനത്തിൻ്റെതാണ്. ഒരു വെടിനിർത്തലിലേക്ക് ഹിസ്ബുള്ളയും ഇസ്രയേലും കടക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് ഈ സമാധാനം അത്ര ദഹിക്കില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നത്. കോമയിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ഖമനേയുടേതായ ഒരു പ്രസ്താവന ഇന്നലെ പുറത്തു വന്നു. അതിൽ ഖമനേയി നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് അല്ല വേണ്ടത്, നെതന്യാഹുവിനെ കൊല്ലുകയാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വശത്ത്. മറുവശത്ത് ഒക്ടോബർ 26 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഞങ്ങൾ മറുപടി നൽകുക തന്നെ ചെയ്യും എന്ന് ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു വശത്ത് ഇറാന്റെ ഈ രൂക്ഷ പ്രതികരണങ്ങൾ, മറുവശത്ത് അമേരിക്കയും ലെബനനും ചേർന്ന് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് കടക്കുന്ന ഒരു കാഴ്ച. രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. വെടിനിർത്തൽ അത് യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെടിനിർത്തൽ കരാർ എത്തുകയാണ് ഇസ്രായേൽ. ഏറ്റവും വൈകി കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഈ കരാറിന് പച്ചക്കൊടി കാട്ടി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ മന്ത്രിസഭയുടെ പൂർണ്ണ അംഗീകാരം ആവശ്യമുണ്ട്. അതിനുശേഷം ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. പാർലമെന്റിന്റെ അംഗീകാരവും ലഭിച്ചെങ്കിൽ മാത്രമേ വെടിനിർത്തൽ ശാശ്വതമാകൂ. ഇനി ഇതിനകത്ത് വൈരുദ്ധ്യം, ശ്രീ സോയ്മോൻ സൂചിപ്പിച്ച വൈരുദ്ധ്യങ്ങളിലേക്ക് വരാം. ഇവിടെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് 4 1 ഇസ്രായേൽ, 2 ലെബനൻ, 3 ഹിസ്ബുള്ള, 4 ഇറാൻ. ഇതിൽ ഇറാന്റെ പ്രാതിനിധ്യം ഇല്ലാതെ, ഹിസ്ബുള്ളയുടെ ഉൾപ്പെടെ നേരിട്ടുള്ള പ്രാതിനിധ്യം ഇല്ലാതെ ലെബനനും ഇസ്രായേലും തമ്മിൽ കരാർ ഒപ്പിട്ടാൽ അത് ഹിസ്ബുള്ളയെ കൊണ്ടും ഇറാനെ കൊണ്ടും അനുസരിപ്പിക്കാനുള്ള ഒരു ത്രാണി ആർക്കുണ്ട്? അമേരിക്കയ്ക്കുണ്ടോ? ഇപ്പോൾ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അമേരിക്കയെ സ്വീകരിക്കുന്ന രാജ്യമല്ല ഇറാൻ. അപ്പൊ ഇറാന്റെ പ്രോക്സിയാണ് ഹിസ്ബുള്ള. അങ്ങനെ ഇറാനെ കോൺഫിഡൻസിൽ എടുക്കാതെ മറ്റു വിഷയങ്ങൾ സജീവമായി നിൽക്കുമ്പോൾ, മറ്റു വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടത്തിന് കാരണമായത് ഗാസയിലെ ഇസ്രായേൽ ഇടപെടലാണ്. അല്ലെങ്കിൽ ഒക്ടോബർ 7, 2023 ആക്രമണവും അതിനുശേഷം നടന്ന ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ഗാസ ആക്രമണവുമാണ്. അതിപ്പോഴും നിലനിൽക്കെ ഗാസ യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടാവാതെ എങ്ങനെയാണ് ഹിസ്ബുള്ളയ്ക്ക് പിന്നോട്ട് പോകാനാവുക? അത് മാത്രമല്ല, പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റാതെ ഇസ്രായേൽ എങ്ങനെയാണ് പിന്നോട്ട് പോകാനാവുക? അതുകൊണ്ട് കരാർ എന്ന് പറയുമ്പോൾ അതൊരു അർദ്ധ കരാർ, താൽക്കാലിക കരാർ, 60 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതിന്റെ ടേംസും കണ്ടീഷൻസും ഇനിയും വ്യക്തമാക്കാനിരിക്കുന്നതേ ഉള്ളൂ. കരാറിന്റെ കുറച്ച് വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം ആ കരാറിനെ പൂർണ്ണമായി തള്ളി പറഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രി പരസ്യമായി പ്രധാനമന്ത്രിയുടെ നിലപാടിനെ ഇന്ന് തള്ളി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് വലിയൊരു എതിർപ്പ് ഇസ്രായേലിനുള്ളിൽ തന്നെ നെതന്യാഹു നേരിടുന്നു. ഇതിനെ നെതന്യാഹു കൗണ്ടർ ചെയ്യുന്നത് ചില വാദഗതികൾ ഉയർത്തിയാണ്. അതിൽ മുഖ്യമായിട്ടുള്ളത്, ഹമാസിനെതിരെയുള്ള യുദ്ധമാണ് ഇസ്രായേൽ തുടങ്ങി വെച്ചത്. ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള വരുന്നു. ഇപ്പോൾ ഹിസ്ബുള്ളയുമായി ഒരു വെടിനിർത്തൽ കരാറിൽ എത്തുമ്പോൾ ഹമാസ് വീണ്ടും ഒറ്റപ്പെട്ടു നിൽക്കും. അത് ഹമാസിനെ പൂർണ്ണമായി നിർവീര്യമാക്കാൻ ഇസ്രായേലിന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഹിസ്ബുള്ളക്കെതിരെയുള്ള യുദ്ധത്തിൽ തങ്ങൾ ലക്ഷ്യം കണ്ടുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വിശദീകരിക്കുന്നത്. 2006 UN കരാറിൽ പറഞ്ഞിരുന്ന ലിറ്റാനി നദിക്ക് ഇപ്പുറത്തുള്ള ഭാഗം ഹിസ്ബുള്ളയുടെ പ്രസൻസ് പൂർണ്ണമായി ഒഴിവാക്കുക എന്ന കരാർ പിന്നീട് ലംഘിക്കപ്പെട്ടിരുന്നു. പക്ഷെ ആ കരാർ അന്ന് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പുതിയ കരാറിലൂടെ ആ വിജയത്തിലെത്തിച്ചേരാൻ ഇസ്രായേലിന് കഴിയുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു സമ്പൂർണ്ണ വിജയമാണ്. IDF വിശദീകരിക്കുന്ന മറ്റു ചില തലങ്ങളിലാണ്. 60 ദിവസത്തെ വെടിനിർത്തൽ അത് IDF-നെ ഒന്ന് വീണ്ടും പുനരുദ്ധരിക്കാനും വീണ്ടും ആയുധ സജ്ജമാക്കാനും തയ്യാറെടുപ്പുകൾക്കും ഉപയോഗിക്കാം ഒരു വശത്ത്. മറുവശത്ത് ഹമാസിന് നേർക്ക് തങ്ങളുടെ ആക്രമണമുന കൂടുതൽ മൂർച്ചയുള്ളതാക്കി ബന്ദികളെ വീണ്ടെടുക്കാമെന്ന്. ഇത് വിജയിക്കുമോ? ഇത് വിജയിക്കണമെങ്കിൽ രണ്ട് ഭാഗത്തും ഇച്ഛാശക്തി ഉണ്ടാവണം. ഈ സോയ്മോൻ സൂചിപ്പിച്ച ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരു ആഗ്രഹമുണ്ട്, തങ്ങളുടെ 2 step forward, 1 step back, then another 2 step forward. ഇത് ഒരു യുദ്ധത്തിന്റെ ഒരു തന്ത്രമാണ്. റീഗ്രൂപ്പ് ചെയ്യാൻ ഇസ്രായേലിനും അവസരമുണ്ട്, ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും അവസരമുണ്ട്.
ഹമാസ് ഒരു ശക്തിയല്ല. ഹമാസ് ഏതാണ്ട് പൂർണ്ണമായി നിഷ്കാസിതമായി കഴിഞ്ഞു. കാരണം ഗാസയുടെ മണ്ണിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളല്ലാതെ കാര്യമായ ചെറുത്തുനിൽപ്പുകൾ ഹമാസിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അതുകൊണ്ട് ഹമാസിനെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യുക എന്ന ഇസ്രയേലി ലക്ഷ്യം ഏതാണ്ട് പൂർണ്ണതയിൽ എത്തുന്നു. പക്ഷേ ഹിസ്ബുള്ള അങ്ങനെയല്ല. ഹിസ്ബുള്ളയുടെ പ്രഹരശേഷി കുറഞ്ഞു. ടോപ്പ് ലീഡർഷിപ്പ് ഹസൻ നസറുള്ളയും അദ്ദേഹത്തിന് ശേഷം വന്ന ഹിസ്ബുള്ള നേതാവും വധിക്കപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ വടക്ക് ഒരു ശക്തിയായി നിൽക്കുന്നു. ലിറ്റനി നദി കിഴക്കുന്ന പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദിയാണ്. ആ നദിയുടെ തെക്കുള്ള ഭാഗത്ത് നിന്നുകൊണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തേക്ക്. വടക്കൻ ഭാഗത്തുള്ള 60,000-ഓളം ആളുകൾ കുടിയൊഴിഞ്ഞു പോയത്, ആ ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. ആ ആവശ്യമാണ് ഇമ്മീഡിയറ്റ് നെസസിറ്റി. അതിന് ചില ഉറപ്പുകളാണ് വേണ്ടത്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ആ നദി കടക്കില്ല, ആ നദി കടന്നിങ്ങോട്ട് വരില്ല, മിസൈലുകൾ അയക്കില്ല എന്ന ഉറപ്പുകളും ആ ഉറപ്പിനുള്ള ഗ്യാരണ്ടി കൊടുക്കേണ്ടത് ലെബനനാണ്. ലെബനൻ കൊടുക്കുന്ന ഗ്യാരണ്ടിക്ക് എന്ത് വില എന്നതാണ് ന്യായമായ ചോദ്യം. അല്ല, ഇപ്പൊ ഇത് പഴയ ഹിസ്ബുള്ള അല്ലല്ലോ. ദുർബലരായ ഹിസ്ബുള്ളയെ ലെബനീസ് സേനയ്ക്ക് കൂടുതൽ പരിധിയിലാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ വയ്ക്കാൻ ഇവിടെ ലെബനീസ് സേന എന്ന് പറയുമ്പോൾ ലെബനന്റെ ശക്തി എന്ന് പറയുന്നത് വളരെ ദുർബലമാണ്. ലെബനീസ് സേനയുടെ പ്രഹരശേഷിയേക്കാൾ എത്രയോ മേലെയാണ് ഹിസ്ബുള്ളയുടെ പ്രഹരശേഷി. അതുകൊണ്ട് ലെബനൻ ഉദ്ദേശിച്ചാൽ നടക്കില്ല. മറിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായി ഹിസ്ബുള്ളയ്ക്ക് കീഴടങ്ങാതെ അല്ലെങ്കിൽ സമാധാന കരാറിൽ ഒപ്പിടാതെ വയ്യ. പക്ഷെ ഇതിനെ ഇസ്രയേൽ ഒരുക്കിയ മാർഗം വളരെ നിഗൂഢമായ ഒരു മാർഗമാണ്. സപ്ലൈ ലൈൻസ് കട്ട് ചെയ്യുക. അതായത് ഇറാനിൽ നിന്നും സിറിയ വഴി അതിർത്തി കടന്ന്, ലെബനീസ് അതിർത്തി കടന്ന് ഹിസ്ബുള്ളയുടെ കയ്യിലേക്ക് ആയുധം എത്തുന്ന റൂട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഡമാസ്കസിലേക്ക് ആക്രമണം നടന്നതും ആ സപ്ലൈ റൂട്ടുകളെല്ലാം തന്നെ അടയ്ക്കാൻ സാധിച്ചു എന്ന വിശ്വാസമാണ് ഇസ്രായേലിനെ ഇപ്പോൾ കരാറിന്റെ ഒരു വക്കിലേക്ക് എത്തിച്ചത്. അതെ, കരാറിന്റെ ഒരു ഭാഗമാണ് അതിർത്തി നിരീക്ഷണം. ഇസ്രായേലിനുള്ള സ്വാതന്ത്ര്യം അതൊരു സംയുക്ത നിരീക്ഷണം. ഇപ്പോൾ പറയുന്ന ഐക്യരാഷ്ട്ര ഈ കരാറിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ വെളിയിൽ വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ കരാറിന്റെ ഭാഗമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ചെറിയ സമാധാന സേനയോടൊപ്പം തന്നെ ലെബനന്റെ സൈന്യവും അതിർത്തി ഭാഗത്തെ ഒരു നോ വാർ സോൺ സൃഷ്ടിച്ച് അവിടെ പെട്രോൾ ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഫോർമുല. ഇസ്രയേൽ ഇപ്പോൾ വിശദീകരിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഒക്ടോബർ 7, 2023 ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണം, അതിന് സമാനമായ ഒരു ആക്രമണം ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നു. അതിനെ തുടർന്നാണ് വടക്കൻ ഇസ്രയേലിൽ നിന്ന് 60,000-ഓളം ഇസ്രയേലികളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ക്ഷീണമുണ്ടാക്കിയ സംഭവമാണ്. തങ്ങളുടെ പൗരന്മാരെ ഒരു പ്രദേശത്ത് നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വന്ന ഗതികേട്. അപ്പോൾ അവരെ തിരികെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുവരിക തന്നെയാണ് തങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ഇപ്പോൾ നെതന്യാഹു വിഭാഗം മറുവിഭാഗത്തോട് വാദിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. ഈ നെതന്യാഹു ശരശയിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ, നെതന്യാഹു വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് ഹിസ്ബുള്ളയിൽ നിന്നോ ഹമാസിൽ നിന്നോ ഇറാനിൽ നിന്നോ നേരിടുന്ന വെല്ലുവിളിയേക്കാൾ കൂടുതലാണ് സ്വന്തം രാജ്യത്ത് നിന്ന് നേരിടുന്ന വെല്ലുവിളി. അത് ജനാധിപത്യ ക്രമത്തിന്റെ അനിവാര്യമായ ഒരു സമ്മർദ്ദം തന്നെയാണ്. ഒരു ന്യൂനപക്ഷ സർക്കാരിനെയാണ് നെതന്യാഹു ഹെഡ് ചെയ്യുന്നത്. അവിടെ നെതന്യാഹു ഭൂരിപക്ഷം ഒപ്പിച്ചിരിക്കുന്നത് തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയാണ്. ഈ വലതുപക്ഷ കക്ഷികൾ തീർച്ചയായും നെതന്യാഹുവിന് നൽകുന്ന പിന്തുണ, ആ ഗവൺമെന്റിനും യുദ്ധ എഫേർട്ടിനും നൽകുന്ന പിന്തുണയ്ക്ക് ദേ വിൽ സർട്ടൻലി എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലെഷ്. അങ്ങനെ വന്നാൽ അവരുടെ ചൊൽപ്പടിക്ക് യോവ് ഗാലന്റിന് പുറത്തു പോകേണ്ടി വന്നു. തീവ്രവികാരമുള്ള ഒരാളായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലന്റ്. അദ്ദേഹത്തിനെതിരെ അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. നെതന്യാഹുവിന് മാത്രമല്ല, വെളിയിൽ പോയ യോവ് ഗാലന്റിനെതിരെ പോലും അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഖൊമൈനി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, അറസ്റ്റ് നിൽക്കട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് അവരുടെ തലയാണ്, അവരെ തട്ടിക്കളയൂ, ഒരുതരം ഫത്വയാണ്. അപ്പം പണ്ടൊക്കെ അയത്തുള്ള ഖൊമൈനി 79 അയത്തുള്ള ഖൊമൈനി അധികാരത്തിൽ വന്നപ്പോൾ, ഒറിജിനൽ ഖൊമൈനി അദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവായി അവരോധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ഫത്വ പുറപ്പെടുവിച്ചിരുന്നു. സൽമാൻ റുഷ്ദിക്കെതിരെ, സറ്റാനിക് വേഴ്സസ് സത്താന്റെ വചനങ്ങൾ എഴുതിയ സൽമാൻ റുഷ്ദിക്കെതിരെ പുറപ്പെടുവിച്ച ഫത്വ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. ഇത് അദ്ദേഹത്തിന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ആഗ്രഹം മാത്രമാണ്. തങ്ങൾക്ക് കഴിയാത്തത്
ഐക്യരാഷ്ട്ര സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനോ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കോ കഴിയുമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ പോരാ, കഴിയുമെങ്കിൽ അങ്ങ് തട്ടിയേരെ എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ആഗ്രഹങ്ങളുടെ ചില ആഗ്രഹങ്ങൾ സ്വല്പം ഉച്ചത്തിൽ ജൽപ്പനങ്ങളായി വരുന്നു എന്നതിൽ കവിഞ്ഞ കാര്യമില്ല. ഇനി ഇസ്രായേലിലേക്ക് വന്നാൽ നെതന്യാഹുവിന്റെ ക്യാബിനറ്റ് എങ്ങനെയാണ് ഇതിനെ കാണാൻ പോകുന്നത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം നെതന്യാഹു യുദ്ധസമയത്ത് ഒരുപക്ഷെ പ്രധാനമന്ത്രി പദത്തിൽ നിലനിൽക്കും. യുദ്ധം അവസാനിക്കുന്ന ആ നിമിഷം പൂർണ്ണമായി ഇസ്രായേൽ അനുകൂലമായ ടേംസ് അല്ല ഉണ്ടാകുന്നതെങ്കിൽ ഒരു നിമിഷം പോലും പ്രധാനമന്ത്രി കസേരയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടാവില്ല എന്ന തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് വളരെ സങ്കീർണമാണ് ആ യുദ്ധം അവസാനിപ്പിക്കുന്ന കരാർ. ഇവിടെ മറ്റൊന്ന്, ബൈഡൻ ഭരണകൂടത്തിന്റെ വലിയ സമ്മർദ്ദമുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഒന്ന്, ഇസ്രായേൽ ഇപ്പോൾ നേരിടുന്നത് ഈ കരസേനയുടെ മുന്നേറ്റത്തിന് ബുൾഡോസറുകളുടെ ഒരു വലിയ ഷോർട്ടേജ് ആണ്. ഏകദേശം 150ഓളം ബുൾഡോസറുകൾ അമേരിക്കയിൽ നിന്ന് എത്തേണ്ടതുണ്ട്. തങ്ങളുടെ കൈവശമുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പണിമുടക്കി നിൽക്കുന്നു. അപ്പോൾ ബൈഡൻ ഭയപ്പെടുത്തുന്നത് ഒരു ആയുധ ഉപരോധം, ബുൾഡോസറുകളുടെ സപ്ലൈ അനിശ്ചിതമായി നീട്ടിവെൽക്കും, അതിലപ്പുറം സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കും. അപ്പോൾ ഇത്തരം ഭയപ്പെടുത്തലുകൾക്ക് മുൻപിൽ കീഴടങ്ങിയാണോ നെതന്യാഹു ഈ ഒരു കരാറിലേക്ക് പ്രവേശിക്കുന്നത്? ഇവിടെ അതിനേക്കാൾ സങ്കീർണമാണ് അവസ്ഥ. കാരണം ബൈഡൻ ഒരു ആഗ്രഹമുണ്ട്. പ്രായമായ മനുഷ്യനാണല്ലോ, ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹം ഇതൊന്നുമല്ല, താൻ വെളിയിൽ പോകുന്നതിന് മുൻപ് തന്നെ ഒരു കരാർ അല്ലെങ്കിൽ അച്ചായൻ ട്രംപ് അവിടെ റെഡിയാണ്. ഇതാ സമാധാനത്തിന്റെ പ്രാവുകളെ പിന്നെ തുറന്നു വിടാനായി റെഡിയായി നിൽക്കുകയാണ്. കരാർ എങ്ങനെയെന്ന കാര്യത്തിലും ഇസ്രായേലിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന്റെ യഥാർത്ഥത്തിൽ ട്രംപ് എന്നോ അല്ലെങ്കിൽ ബൈഡൻ എന്നോ വ്യതിയാനമില്ല. അമേരിക്ക ഒരിക്കലും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഇറ്റ് കൺവേർജസ് വിത്ത് ഇൻട്രസ്റ്റ് ഓഫ് ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിനെ ആരെന്നുള്ളത് വിഷയമല്ല. ഇപ്പോൾ ഇതാ ജോ ബൈഡൻ തന്റെ അവസാന പാദത്തിൽ, ഒരു മാരത്തോൺ ഓട്ടത്തിന്റെ 4 വർഷ ഓട്ടത്തിന്റെ അവസാന പാദത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, ദീസ് ആർ ദ ടേംസ്, പ്ലീസ് എഗ്രി, ഗിവ് മീ എ ഫേസ് സേവിംഗ് ഓപ്ഷൻ, എന്റെ മുഖം രക്ഷിക്കാൻ താങ്കൾ അനുവദിക്കൂ എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് കൂടെ സ്വീകാര്യമാണെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ? ട്രംപിന് വേണമെങ്കിൽ വേണമെങ്കിൽ അവർ തമ്മിലൊരു കരാർ വേണമെങ്കിൽ ഇസ്രായേലിനൊരു കരാർ വെക്കാം. ട്രംപ് വരുമ്പോൾ ഞങ്ങൾ ഹമാസുമായി ഈ വിഷയങ്ങൾ സെറ്റിൽ ചെയ്തോളാം. തൽക്കാലത്തേക്ക് ഹിസ്ബുള്ളയുമായിട്ടുള്ളത് ബൈഡന്റെ കാലത്തും അതിനുശേഷം ട്രംപിന്റെ കാലത്തും എന്ന ഒരു അലിഖിത ഫോർമുല രൂപപ്പെട്ടു വരുന്നുണ്ടോ അകത്തളങ്ങളിൽ എന്ന സംശയവും ഇവിടെ സ്വാഭാവികമാണ്. അമേരിക്ക മറ്റു ചില നിബന്ധനകൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു. ഒന്ന്, ഫ്രാൻസിന്റെ കാര്യത്തിൽ ഫ്രാൻസ് ഒരു മേൽനോട്ട സമിതിയിലെ അംഗമാകണ്ട എന്ന സ്റ്റാൻഡാണ് ഇസ്രായേൽ തുടക്കത്തിലെടുത്തത്. കാരണം ഒക്ടോബർ 7-ാം തീയതി നടന്ന ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഫ്രാൻസ് നല്ല കട്ട പിന്തുണയുമായി ഇസ്രായേലിനൊപ്പം നിന്നിരുന്നു. അവർ ഐക്യബോധത്തോടെ നീങ്ങും എന്നൊക്കെ അന്ന് ഫ്രാൻസിൻ്റെതായ പ്രതികരണങ്ങൾ വന്നു. പക്ഷെ പിന്നീട് ഗാസ മുൻപിൽ നടക്കുന്നത് വലിയ മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് എന്ന് മാക്രോൺ പ്രസ്താവന ഇറക്കി. ആയുധ ഉപരോധം ഉൾപ്പെടെയുള്ളവ ഫ്രാൻസ് പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് ഫ്രാൻസും ഇസ്രായേലും തമ്മിൽ മാനസികമായി ഏറെ അകന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ നെതന്യാഹു ഫ്രാൻസ് മേൽനോട്ട സമിതിയിലേക്ക് വരേണ്ട എന്ന ഒരു നിലപാടെടുത്തത്. പക്ഷെ അമേരിക്ക അക്കാര്യത്തിൽ ഉറച്ചു നിന്നു. ലെബനനും ഫ്രാൻസ് കൂടി ഉൾപ്പെട്ട ഫ്രാൻസും അമേരിക്കയും ചേർന്ന് വേണം ഈ കരാർ നടപ്പിലാക്കാൻ എന്ന് ശഠിച്ചു. എന്താണ് ഫ്രാൻസിനുള്ള ഒരു പ്രത്യേകത? ഫ്രാൻസിന് എന്തുകൊണ്ട് അമേരിക്ക വേണമെന്ന് പറഞ്ഞു ലെബനൻ ഫ്രാൻസിന് വേണ്ടിയിട്ട് നിർബന്ധം ചെലുത്തി? തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ പലരും ആ ഒരു ആംഗിള് പലപ്പോഴും എന്നും കൗതുകത്തോടെ നോക്കിയിരുന്നു. ഫ്രാൻസ് എങ്ങനെയാണ് പാശ്ചാത്യ ചേരിയിലെ ഒരു വിമത സ്വരമായി, വേറിട്ട സ്വരമായി നിൽക്കുന്നത്, എങ്ങനെയാണ് ഫ്രാൻസിനും അമേരിക്കയ്ക്കും ചേർന്നൊരു ഫോർമുലയ്ക്ക് വരാൻ കഴിയുക? കാരണം ഈ കഴിഞ്ഞ ഒരു 40 വർഷത്തോളമായി അമേരിക്കയും ബ്രിട്ടനും ഏതാണ്ട് ഒരേ ലൈനാണ് മിക്കവാറും സമയങ്ങളിൽ പിന്നെ ആവർത്തിച്ചിരുന്നത്. പക്ഷേ എന്നും വേണ്ട എന്ന നിലപാട് ലെബനൻ തുടക്കത്തിൽ തന്നെ ബ്രിട്ടൻ ലെബനൻ പറയുന്നു. പക്ഷേ ഈ ഫ്രഞ്ച് കണക്ഷൻസ് ഉണ്ട് ലെബനൻ മുൻകാലങ്ങളിൽ. ആ മാൻഡേറ്റിന്റെ ഭാഗമാണ്. ഈ ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് മാൻഡേറ്റ് ആയിരുന്നല്ലോ ആ സമയത്തുണ്ടായിരുന്നത്. അപ്പൊ ലെബനനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നത് ഫ്രാൻസിന് തന്നെയാണ്. അതുകൊണ്ട് ഫ്രാൻസിന്റെ ഒരു കടന്നുവരവ് ഒരുപക്ഷെ ഇസ്രായേലിന് എത്രത്തോളം സ്വീകാര്യമാണ് എന്ന സംശയമാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഔട്ട് ആൻഡ് ഔട്ട് വിത്ത് ഇസ്രായേൽ ഓൾ ദ ടൈം. പക്ഷെ ഫ്രാൻസ് അതിനൊരു സ്റ്റെബിലൈസിങ് റോളാണ്. ഒരു പക്ഷേ ഹിസ്ബുള്ളയുടെ ഭാഗം കൂടി, ലെബനന്റെ ഭാഗം കൂടി പ്രതിനിധീകരിക്കാൻ നിഷ്പക്ഷനായ
അമേരിക്കയോളം പക്ഷപാതിത്വമില്ലാത്ത ഒരു രാജ്യമുണ്ടാകണം എന്ന ലോജിക്കാണ്. ഈ കരാർ ദൃഢമാകണമെങ്കിൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു കരാറും നിലനിൽക്കില്ല. എനി ഡോക്യുമെന്റ്, എനി എഗ്രിമെന്റ് റിട്ടേൺ ഓൺ ഡ്യൂറസ് വിൽ നോട്ട് ലാസ്റ്റ്. അതുകൊണ്ട് നിലനിൽക്കണമെങ്കിൽ ഒരുപക്ഷെ അംഗീകാരം ഉണ്ടാക്കണം. അതിനുള്ള ഒരു ക്രെഡിബിലിറ്റി ഫാക്ടറായി ഫ്രാൻസ് രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അമേരിക്കൻ പ്രതിനിധി സംഘം ഇസ്രായേൽ ടെല്ലവീവിലുള്ള സമയം ഈ കരാറിന്റെ കരട് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനിടയിലാണ് ഇന്നലെ ഞായറാഴ്ച 250 മിസൈലുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ ഒരു വിഭാഗമാണെന്നും അവർക്ക് ഇറാൻ പിന്തുണയോടെയാണ് ആക്രമണം നടത്തിയത്, കാരണം അത്യാധുനിക ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തിയത് ഈ ആക്രമണത്തിന്. അപ്പൊ ഹിസ്ബുള്ള രണ്ടായി പിരിഞ്ഞോ, അതോ ഹിസ്ബുള്ളയിൽ പ്രകടമായ ഒരു ചേരിതിരിവ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോഴും ഹിസ്ബുള്ളയുടെ ഈ മൈറ്റ് റെഡ്യൂസ്ഡ് ആയി എന്നത് വ്യക്തമാണ്. പക്ഷെ അവസാന നിമിഷം ഒരു കരാറിൽ ഏർപ്പെടുന്നതിന്റെ തലേന്ന് വരെ ഹിസ്ബുള്ളയ്ക്ക് പ്രഖ്യാപിത നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാനൊക്കില്ല എന്നതിന്റെ വിഷ്വൽ ബൗണ്ടൻസായാണ് ഇന്നലെ കണ്ട 250ഓളം മിസൈലുകൾ ടെല്ലവീവിനെ ലക്ഷ്യമാക്കിയും ഇസ്രായേലിന്റെ മറ്റ് സിറ്റീസിനെ ലക്ഷ്യമാക്കിയും പോയത്. അസ്ഥാനത്താവില്ലെങ്കിൽ ഒരു അനാലജി പറയാം. കോൺഗ്രസ് വിട്ട് CPM-ൽ ചേരുന്ന അല്ലെങ്കിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നതിന് തലേന്ന് വരെ സരിൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതിനോട് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഹിസ്ബുള്ളയും പറയുന്നത്. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന്റെ തലേന്ന് വരെ എടുത്ത കഠിനമായ നിലപാട് തന്നെയാണ് ഹിസ്ബുള്ളയും. ഒരു നിമിഷമാണ്, ആ നിമിഷം കരാറിൽ എത്തിക്കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടതുപോലെ പെട്ടെന്ന് മാറ്റേണ്ടി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മിസൈലുകൾ കരാർ ഒപ്പിടുന്നതിന്റെ അവസാന 11-ാം മണിക്കൂർ വരെയും മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായും എന്നത് ഏത് യുദ്ധത്തിന്റെയും ഇരട്ടി പ്രഹരമാണ് ഇപ്പോൾ ഇസ്രായേൽ തിരികെ നൽകുന്നത്. ചരിത്രത്തിന്റെ എല്ലാ ഭാഗത്തും വടി കൊണ്ട് നാട്ടി മേടിക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ നിലനിന്നെങ്കിലേ പറ്റൂ. ഇസ്രായേലിന് മറ്റ് ഭാഗത്തുനിന്നും സപ്പോർട്ട് വരുമെന്ന് പറഞ്ഞാലും സ്വന്തം സുരക്ഷയാണ് ഇസ്രായേലിന്റെ എക്കാലത്തെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഈ കരാർ ഇസ്രായേലിന്റെ വിജയം തന്നെ എന്ന് പറഞ്ഞു വെക്കാൻ കഴിയും? ഇല്ല, തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ വിജയം പൂർണ്ണ വിജയം എന്ന് പറയാനാവില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫേസ് സേവിങ് ആവശ്യമുണ്ട്, ഒരു ചെറിയ ശാന്തത ആവശ്യമുണ്ട്, എല്ലാം അതാവശ്യമുണ്ട്. അതൊരു തന്ത്രപരമായ ഒരു മൗനം, തന്ത്രപരമായ ഒരു പിൻവാങ്ങൽ ആവശ്യമുണ്ട്. പക്ഷേ റീഗ്രൂപ്പ് ചെയ്യാൻ ഹിസ്ബുള്ളയെ ആകട്ടെ ഹമാസിനെ ആകട്ടെ റീഗ്രൂപ്പ് ചെയ്യാൻ അവസരം കൊടുക്കുന്ന ഒരു പിന്മാറ്റത്തിന് ഇസ്രായേൽ തയ്യാറാവില്ല. അതുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടി എന്ന, അല്ലെങ്കിൽ 90% നേടി എന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ കരാറ് നിലനിൽക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പൂർണ്ണമായി നേടിയിട്ടുണ്ടെങ്കിൽ ഇതിനകം തന്നെ ഉണ്ടാകുമായിരുന്നു. ബന്ദികളുടെ മോചനം നേടിയിട്ടില്ല. എങ്ങനെയാണ് ഇസ്രായേൽ വിജയിക്കാനാവുക? ബന്ദികൾ 100ഓളം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ തടവിൽ ഗസയിലുണ്ട്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, പൂർണ്ണമായ ബന്ദി മോചനം. 2, അയൽ രാജ്യങ്ങളിൽ നിന്നും ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾക്ക് പൂർണ്ണ വിരാമം. ഇത് രണ്ടും പൂർണ്ണമായി സാധ്യമാക്കാതെ ഒപ്പിടപ്പെടുന്ന ഒരു കരാറിന് അല്പായുസായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. ഇത് തന്നെയാണ് ഇസ്രായേലിന്റെ വിശദീകരണങ്ങളിലുമുള്ളത്. ചിലപ്പോൾ ഈ കരാർ 1 മാസം നിലനിൽക്കും, ചിലപ്പോൾ 2 മാസം, ചിലപ്പോൾ 6 മാസം, 1 വർഷം, പറയാൻ കഴിയില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. പക്ഷേ ശുഭതർക്കമാണ്. ആദ്യമായിട്ടാണ് 1 വർഷവും ഏതാനും മാസവും പിന്നിട്ട ഒക്ടോബർ 7, 2023 ശേഷം ആദ്യമായിട്ടാണ് ഒരു കോൺക്രീറ്റ് കരാർ, ഒരു സമാധാന കോൺക്രീറ്റ് കരാറിലേക്ക് അത്യന്തികം അല്ലെങ്കിൽ പോലും നീങ്ങുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഹിസ്ബുള്ളയെ അത്ര പെട്ടെന്ന് ഇസ്രായേലിന് തോൽപ്പിക്കാൻ കഴിയില്ല. ഹിസ്ബുള്ളയെ ആക്രമിച്ചതിന് തൊട്ടടുത്ത ദിവസം ഖമനയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഹിസ്ബുള്ള നിങ്ങൾ കരുതുന്നതിലും അപ്പുറമാണ്, ഇസ്രായേലിന്റെ സർവനാശത്തിനുള്ള തുടക്കമെന്നായിരുന്നു ആക്രമണത്തെ ഇറാൻ വിശേഷിപ്പിച്ചത്. പിന്നീട് ഇറാൻ ഹിസ്ബുള്ളയുടെ സഹായത്തിനെത്തി. പക്ഷേ ഇത് ഇറാന്റെ കൂടി ഒരു സമ്പൂർണ്ണ പതനമല്ലേ ആ തലത്തിൽ? ഇവിടെ ചോദ്യം, ഖമനയാണോ ഈ പ്രസ്താവനകൾ ഇറക്കുന്നത്? ഏത് ഖമനയാണ്? ശരശയിൽ അല്ല, രോഗക്കിടക്കയിലാണ്, ക്യാൻസർ ബാധിതനാണ് എന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ വന്ന അതേ ഖമനയി തന്നെയാണോ ഇത് പറയുന്നത്? അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് എത്രത്തോളം സ്ഥിരീകരണമുണ്ട് എന്ന് കൃത്യമായി പറയാനാവാത്ത ഒരവസ്ഥയാണ്. കാരണം ഖമനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും കർശനമായ നിലപാടുകൾ, ആ നിലപാടുകൾ ഖമനയെ കടുപ്പിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ ഒരു വശത്ത് ഇറാൻ ഖമേനിയുടെ കീഴിൽ അതിശക്തമായിട്ട് നിൽക്കുമ്പോൾ
എങ്ങനെയാണ് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രയേലുമായി കീഴടങ്ങാനോ കരാറിടാനോ സാധിക്കുക? അതിന് ഇറാന്റെ അദൃശ്യമായി മക്കളെ നിങ്ങൾ ഒപ്പിട്ടോളൂ എന്ന് പറയാതെ എങ്ങനെ സാധിക്കും? ഇതൊരു വലിയ ചോദ്യമാണ്. അതെ. അപ്പോൾ ഈ ഒരു അദൃശ്യ രൂപിയായി അല്ലെങ്കിൽ അശരീരിയായി നിൽക്കുന്ന ഒരു പ്രസ്താവനയായി മാത്രം തൽക്കാലം നമുക്ക് കവനയുടെ വാക്കുകളെ കാണാം. മേഖലയിൽ ശാന്തത വരട്ടെ എന്ന് ആശംസിക്കാം. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നന്ദി, നമസ്കാരം.